ഹായ്, എൻ്റെ പേര് മുഹമ്മദ് നവാസ്. ഞാൻ കേരളത്തിലെ പട്ടാമ്പിയിൽ നിന്നാണ്. 2013 മുതൽ ഞാൻ ഖത്തറിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണ് നൊമാറ്റോ AI, എന്തിനു വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ വിഷൻ എന്താണ് എന്ന് വളരെ ക്ലിയറായി ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് എന്നെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നവാസ്. ഞാൻ കേരളത്തിലെ പട്ടാമ്പിയിൽ നിന്നാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബിസിനസ്സിൽ തുടങ്ങുന്നത് 2007 ഗൾഫ് എയർ ട്രാവൽസ് പട്ടാമ്പിയിലാണ്. കൂടുതലും വിസിറ്റ് വിസ സർവീസാണ് കൂടുതൽ ചെയ്തിരുന്നത്. അതിപ്പോഴും അൽഹംദുലില്ലാ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയത് 2017 ഖത്തറിൽ ബൈത്തൽ അഫ്കാർ ഇന്റർനാഷണൽ ഐഡിയാസ് ഹോം എന്ന പേരിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അതിൽ അൽഹംദുലില്ലാ ഏകദേശം ഒരു 19 വിസക്കാർ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ നൊമാറ്റോ AI എന്നുള്ള സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ നൊമാറ്റോയിനെ മാത്രമായിട്ട് നമ്മൾ വേറൊരു എൻറ്റിറ്റി ആയിട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതേപോലെ തന്നെ 2019 നൗറാസ് പെർഫ്യൂംസ് എന്നുള്ള പേരിൽ പെർഫ്യൂം, ബഹൂർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത് ഓൾ ഇന്ത്യ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. പട്ടാമ്പിയിൽ തന്നെയാണ്. പിന്നെ നമ്മളൊരു 2020 നമ്മൾ ഖത്തറിൽ മിസ്റ്റർ വാഷ് എന്ന പേരിൽ ഒരു ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മളെ കൂടെ നമ്മളെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ 2021 നമ്മൾ കോഴിക്കോട് മൈ ഹദിയ ഒരു ഇസ്ലാമിക് ഗിഫ്റ്റ് ബിസിനസ്സാണ്. അതും അൽഹംദുലില്ലാ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളൊരു ഇടപാട് ചെയ്യുന്ന സമയത്ത് അയാളെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ നൊമാറ്റോ AI തന്നെ തിരിച്ചു പോകാം. അപ്പോൾ എന്താണ് നൊമാറ്റോ എന്നതിൻ്റെ മുൻപ് എന്തിനാണ് നൊമാറ്റോ എന്ന് ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും ഒരു അന്തസ്സായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പണം അത്യാവശ്യമാണ്, അല്ലേ? നമ്മളെല്ലാവരും ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ഹലാലായ രീതിയിൽ തന്നെ പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്ന് ഈ ജോലി സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, അന്ന് നമ്മളെ ഇൻകം നിൽക്കും, അല്ലേ? നമുക്കെല്ലാവർക്കും അനുഭവമാണത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇറാനും US തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ പല ബിസിനസ്സുകളും സ്റ്റോപ്പായി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ സമയത്തുള്ള ഒരു ചിന്തയായിരുന്നു, എങ്ങനെ നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം, റെക്കറിംഗ് ആയി മാസാമാസം അല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന എന്ത് ബിസിനസ് ചെയ്യാം, എന്ത് മേഖല അതിനുണ്ട് എന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് നമ്മളെ മനസ്സിലുള്ള ഒരു ചിന്തയാണത്. അതെല്ലാവർക്കും ചിന്ത ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ആ ചിന്തയുള്ള ആൾക്കാരാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ ചില സർവീസുകൾ നമ്മൾ റെഗുലറായിട്ട് അതിന് പൈസ മുടക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മളെ ഫോണിൻ്റെ ബില്ല്, നമ്മളെ വൈഫൈ, നമ്മളെ ഗ്യാസ്, നമ്മളെ ഇൻഷുറൻസ്, അങ്ങനെ പല മേഖലകളും, ഇതിൻ്റെ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് നമ്മൾ പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ വേൾഡിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, മീൻസ് ടോപ്പ് ബില്യണേഴ്സൊക്കെ ഈ രീതിയിലൊരു റെക്കറിങ് ബിസിനസ് സിസ്റ്റമാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഗൂഗിള്, ഇപ്പോൾ വന്നിട്ടുള്ള ChatGPT, ജെമിനി, ഇതൊക്കെ എന്താണ്, ഒരു റെക്കറിങ് ബിസിനസ് മോഡലാണ്. ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊന്നും നമ്മൾ പൈസ കൊടുക്കുന്നില്ലെങ്കിലും അവർ നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബിസിനസ് മോഡലുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലോകം മുഴുവനും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സോഫ്റ്റ്വെയർ ബിസിനസ്സാണ്. ഈ സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എവിടെ ആണെങ്കിലും നമ്മളടുത്തൊരു കമ്പ്യൂട്ടറും നമ്മളടുത്തൊരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്കിത് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ലാംഗ്വേജിലും ഏത് ടൈമിലും ഏത് സമയത്തും നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെക്കറിങ് ഇൻകം കിട്ടുന്ന ബിസിനസ്സാണ് ചെയ്യേണ്ടത്, സോഫ്റ്റ്വെയർ ബിസിനസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ടൈപ്പ് സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യണം? അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ ബിസിനസ്സിലാണ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കോമൺ ആയിട്ട് അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ, അതിനൊരു സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായി അടുത്ത ചിന്ത. അപ്പോൾ ഒരു ബിസിനസ് നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്? സെയിലാണ്, അല്ലേ? സെയിൽ നടന്നാലല്ലേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മുടക്കാൻ പല ആൾക്കാരുണ്ടാവും. ഇൻറ്റീരിയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇറക്കാനോ അതിനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷേ സെയിൽ എങ്ങനെ ഉണ്ടാക്കാം, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സെയിൽ ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഇല്ലല്ലോ. അപ്പോൾ സെയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലേ? മാർക്കറ്റിംഗ് ഇല്ലാതെ സെയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇത് ലോകത്തുള്ള ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്,
മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്താലാണ് സെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ടാണ്, ഓൺലൈനിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എൻക്വയറീസിനെ അതിനെ നമ്മൾ ലീഡ് എന്ന് പറയും. ക്വാളിറ്റിയുള്ള എൻക്വയറിനെ നമ്മൾ ലീഡ് എന്ന് പറയും. അപ്പോൾ ഈ ലീഡിനെ എങ്ങനെ നമുക്കൊരു സെയിൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, അതിന് നമുക്ക് എന്തൊക്കെ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വരുന്ന ഓരോ എൻക്വയറിക്കും നമുക്ക് അപ്പം തന്നെ നമ്മൾ റിപ്ലൈ കൊടുത്ത് ആ കസ്റ്റമറെ കംഫർട്ടാക്കി, കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസറുകൾ നൽകി നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എങ്ങനെ ആ കസ്റ്റമറെ നമുക്ക് റെഗുലറായിട്ട് ആ കസ്റ്റമർക്ക് നമുക്ക് നല്ല വാല്യൂ ഉള്ള സർവീസുകൾ നൽകി അവരെ കൊണ്ട് വീണ്ടും വീണ്ടും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യിപ്പിക്കാം. ഈ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നൊമാറ്റോ AI എന്നുള്ളത്. ശരിക്കും ഈ നൊമാറ്റോ എന്നുള്ള വേർഡ് നൊമാഡ് എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. നൊമാഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നൊക്കെയാണ്. മീൻസ് നമുക്ക് എവിടെ ആണെങ്കിലും, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ഒരു യാത്രയിലാണെങ്കിലും, അയാൾ വീട്ടിലാണെങ്കിലും, അയാൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും അയാൾക്ക് അയാളുടെ ബിസിനസ്സിനെ നിയന്ത്രിക്കാനും അയാൾക്ക് കസ്റ്റമർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അയാളുടെ സെയിൽ റെഗുലറായിട്ട് നടക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് Nomato.ai എന്നുള്ള സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് നമുക്ക് വാട്സപ്പിലായിരിക്കും. ഈ വാട്സപ്പിൽ വരുന്ന ഒരു എൻക്വയറി നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് ഒരു എൻക്വയറി വരുമ്പോൾ തന്നെ ഈ കസ്റ്റമർ എന്തൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കുള്ള കൂടുതൽ അറിയാം. അപ്പോൾ പുതിയ ഒരാൾ, ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ ഒരു എൻക്വയറി വരുന്ന സമയത്ത് അയാൾ എന്തൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്, ഈ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറുകൾ നമ്മൾ റെഡിയാക്കി അതിനെ രണ്ട് രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ നമ്മളൊരു AI ഏജന്റിന് ഈ കാര്യങ്ങളൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ആര് ഏത് സമയത്ത് ഏത് ലാംഗ്വേജിൽ ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോമേഷനിലൂടെ ചെയ്യാം. ഈ സമയത്ത് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫിനെ അറിയിക്കാം, നമുക്ക് നമ്മൾ CRMൽ ആഡ് ചെയ്യാം, നമുക്ക് അവർക്ക് ടാഗുകൾ ആഡ് ചെയ്യാം, കസ്റ്റമർക്ക് നമുക്ക് മെയിൽ അയക്കാം, അവർക്ക് വാട്സപ്പിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഈ ഫസ്റ്റിലെ പ്രോസസ്സ് ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇവർ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാവും. നമ്മളെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ തേടിപ്പോകും, പുതിയ കസ്റ്റമറെ തേടിപ്പോകും. പഴയ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിന് ഇതേ രീതിയിൽ തന്നെ ഓട്ടോമേഷനിലൂടെ നമ്മൾ ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നമുക്ക് ഈ സെയിൽസിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ നൊമാറ്റോ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് അന്വേഷിച്ച് വരുന്നത് മുതൽ അയാളെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് അയാൾക്ക് ആവശ്യമുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അയാളെ നമ്മൾ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു പ്രാവശ്യം മേടിച്ച ആളാണെങ്കിലും ആ കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെടാതെ റെഗുലറായിട്ട് നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമറെ നമുക്ക് എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാൻ ട്രാവൽസ് 2007 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, നമ്മൾ കൂടുതൽ വിസിറ്റ് വിസ സർവീസാണ് ചെയ്തിരുന്നത്. ഞാൻ കേരളത്തിലുള്ള ഏകദേശം എല്ലാ ട്രാവൽ ഏജൻസിക്കും ഞാൻ വിസിറ്റ് വിസ കൊടുത്തിട്ടുണ്ട്. അക്ബർ, അൽ ഹിന്ദ്, സഫിയ, അങ്ങനെ മേജർ ആയിട്ടുള്ള എല്ലാ ട്രാവൽ ഏജൻസിക്കും ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മംഗലാപുരത്തുള്ള ട്രാവൽ ഏജൻസിക്ക് അടക്കം ഞാൻ വിസിറ്റ് വിസ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം പറയാൻ വിശ്വസിക്കുമെന്നറിയില്ല, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് എനിക്കൊരു 20-30 വിസിറ്റ് വിസെങ്കിലും ഞാൻ ചെയ്യലുണ്ട്. നമുക്കൊരു 10 പിടിക്കാം. 10 ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു വർഷത്തിൽ എത്രയായി? 3650 ആൾക്കാരായി, അല്ലേ? അങ്ങനെ ഏകദേശം നമ്മൾ ഈ കോവിഡ് വരെ ഒരു 10-14 വർഷം ഞാൻ ഇതേ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു 10-30,000 ആളുകളിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കും, ആ ആളുകൾക്കൊക്കെ നമ്മൾ സർവീസ് കൊടുക്കും, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊന്നും നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടും ഞാനൊരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് വരെ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ആ ആൾക്കാരൊക്കെ നമ്മളൊന്ന് മിസ്സായി. അവരുടെ ഒന്നും നമുക്ക് വേറെ കൂടുതൽ സർവീസ് കൊടുക്കാനോ അവർക്ക് ഇതേപോലെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ, നമുക്ക് അറിയുന്ന തന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പുതിയ നമ്മളൊരു ബിസിനസ് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സർവീസോ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ അടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ആയാലും നമ്മൾ നൂറാസ് പെർഫ്യൂംസിലായാലും നമ്മൾ മൈഹദിയയിലായാലൊക്കെ തുടക്കം മുതൽ തന്നെ ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരുപാട് അനുഭവം ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇതിങ്ങനെ എനിക്ക് മാത്രം മനസ്സിലായ പോരാ, ഇതിങ്ങനെ ഇപ്പോൾ നിലവിൽ
നമ്മൾ നല്ലൊരു ടൈമിൽ നമ്മൾ പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ അതിനോട് കൂടി തന്നെ ഇതേപോലത്തെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടും നമ്മളെ മാർക്കറ്റിങ്ങിലും നമ്മളെ സെയിൽസിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടും നിങ്ങൾക്കും ഇതുപോലെ ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനും നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഭാവിക്കും കൂടി നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു റിലേറ്റഡ് ആണെങ്കിൽ, ഇതിലൊരു വാല്യൂ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നിലവിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലോ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന ആളെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡിങ്, അല്ലെങ്കിൽ നിങ്ങളൊരു കോച്ചോ കൺസൾട്ടൻറ്റോ ബിസിനസ് കൺസൾട്ടിങ്ങോ, നിങ്ങളൊരു സെയിൽസിലോ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോമിൻ്റെ ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നമ്മളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണെന്നും നമ്മളെ നൊമാറ്റോ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നും നമ്മൾ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഒരു ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും ഫോം ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് അവിടെ കാണാം. താങ്ക് യു.